ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ടിപ്സ്. ഇന്നൊരു വളരെ എക്സൈറ്റിംഗ് ഡേ ആണ് എനിക്ക്. ഇന്നൊരു കംപ്ലീറ്റ് ട്രാവൽ ഡേ കൂടെയാണ്. ഫ്രം ഡെൻമാർക്ക് ടു ആംസ്റ്റർഡാം. Amsterdam, a city I have always wanted to explore. But trust me, this didn't go exactly as I planned. But that's okay. In the end, it came into a right place and happy ending. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് രാവിലെ തുടങ്ങിയ ജേണിയാണ്. ഏർലി മോർണിംഗ് നമ്മളൊരു ഓൾമോസ്റ്റ് 10 കഴിഞ്ഞപ്പോഴേക്കും ഇന്തോവാൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് ആംസ്റ്റർഡാം എയർപോർട്ടിലോട്ടല്ലായിരുന്നു ടിക്കറ്റ്. നമ്മൾ ഇന്തോവാൻ എയർപോർട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ആംസ്റ്റർഡാമിലോട്ട് ട്രെയിൻ വഴി ട്രാവൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മളിതാ എയർപോർട്ടിൽ നിന്ന് ഒരു എയർപോർട്ട് ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്തു. ഈ ഒരു ബസ് എയർപോർട്ട് ടു ഇന്തോവാൻ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നൊരു ബസ്സായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്തോവാൻ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് നമ്മൾ ട്രെയിൻ എടുക്കുന്നു. ഇതുപോലെ ട്രെയിൻ ട്രാവൽ ചെയ്യാനൊക്കെ സെപ്പറേറ്റ് പാസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എല്ലാം നമ്മൾ സെപ്പറേറ്റ് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ആപ്പ് NS ആപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ട്രെയിൻ ടിക്കറ്റ് ബൈ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് ആംസ്റ്റർഡാമിലോട്ട് ട്രാവൽ ചെയ്തത്. നമ്മൾ എക്സാക്ട്ലി ആംസ്റ്റർഡാമിലല്ല സ്റ്റേ ചെയ്യുന്നത്, അതിൻ്റെ അടുത്തുള്ള സിപ്പോൾ എയർപോർട്ട് ഹോട്ടലിലാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ട്രാവൽ അത്ര ഒരു സ്മൂത്ത് ആയിരുന്നില്ല. നമ്മൾ ഇന്തോവാൻ സെൻട്രലിൽ നിന്ന് നമ്മൾ സിപ്പോളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്ന ട്രെയിന് ഒരു 2-3 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് ക്യാൻസലായി. ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ ഒട്ടും വിചാരിക്കാത്തൊരു കാര്യമാണ് അത് ക്യാൻസലായിട്ട്. റിട്ടേൺ ട്രെയിൻ, അതായത് സെയിം ട്രാക്കിൽ കൂടെ ട്രെയിന് റിട്ടേൺ വേറൊരു സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തും. പിന്നെ നമ്മൾ അവിടെ ആകെ കൺഫ്യൂഷനായിട്ട് വീണ്ടും വേറെ ട്രെയിനൊക്കെ എടുത്ത് വേറെ അങ്ങനെയൊക്കെയാണ് നമ്മൾ വന്നത്. സോ അപ്പോൾ അവിടെ നമുക്കൊരു ചെറിയൊരു ലാഗായി. എങ്കിലും നമ്മൾ ഓൾമോസ്റ്റ് ഈവനിങ് ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് നമ്മൾ സിപ്പോൾ എയർപോർട്ട് ഹോട്ടൽ. ഇവിടെയാണ് നമ്മൾ 2 ദിവസം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറേ ഹോസ്റ്റൽ ഓപ്ഷൻസ് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഫൈനലി നമ്മൾ ഇതാണ് ഓപ്റ്റ് ചെയ്തത്. നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ലൊരു പീക്ക് ടൈമാണ്. ഇവിടെ ഒരു ട്യൂലിപ്പ് സീസൺ ആണ്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ട്യൂലിപ്പ് ഒക്കെ വെച്ചിട്ടില്ലേ. പിന്നെ ആ ഒരു ഗാർഡനിലോട്ട് പോകാനുള്ള ഡീറ്റെയിൽസും ഒക്കെ എല്ലാ ഹോട്ടൽസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇപ്പോഴത്തെ മെയിൻ അട്രാക്ഷൻ ഈ ഒരു ട്യൂലിപ്പാണ്. അപ്പം നമ്മളൊരു ലോങ് ഡേ ട്രാവൽ കഴിഞ്ഞ് വന്ന് അത്യാവശ്യം റെസ്റ്റ് എടുത്ത് ഫ്രഷപ്പായി ഒരു ചായയൊക്കെ കുടിച്ച് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് സീ ഹൗ വി മേഡ് അവർ ചായ. ചായ ആവുന്നുണ്ടോ? ഇപ്പൊ ഒരെണ്ണം ഇട്ടാ മതിയോ എല്ലാവർക്കും? അറിവില്ലായ്മ ഒരു തെറ്റല്ല, നമ്മളിതൊന്നും ഇല്ലല്ലോ ഡെയിലി ഉപയോഗിക്കുന്നത്. വെള്ളം മൊത്തം വെച്ചോളൂ. അതെ അതെ, കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. എന്താ കറക്റ്റ് ചെയ്യുന്നുണ്ടോ? എത്ര ഫുള്ള് ഒഴിക്കട്ടെ? അത് ഞാൻ ഇട്ടു, വലിച്ചിട്ടു. അതിന് ശേഷം എന്താ, എന്നിട്ട് നമ്മളതിന്റെ ഉള്ളില് ഇതിടുക. ഇട്ടു അല്ല, ഞാൻ ക്യാമറ ഇത് ഇടുക. ഇട്ടല്ലോ. അവൻ ഇത് ഞെക്കിയപ്പോഴത്തേനായി. എനിക്ക് പിടിച്ചോണ്ടിരിക്കണോ? ചൂടുണ്ടോ? ചൂടുണ്ട്. കാപ്പി എന്തേടി? മണം വരുന്നുണ്ട്. ഇതൊന്നും അല്ല, വെള്ളം. ഇതാ കാപ്പി. നോക്കട്ടെ. ഇതൊന്നും അല്ല. പൊട്ടിയില്ല. എന്നാ അതുണ്ടോ നോക്ക. അവിടെ കൈ ഇട്ട് നോക്കാമോ? ഇല്ലടി, നല്ല അത് മുമ്പോട്ട് കയറി. പുറകോട്ട് പോകുന്നുണ്ടായിരുന്നു. ഏത് പുറകോട്ട് വന്നോ? കാണുന്നില്ല അതിന്റെ ഉള്ളിൽ. ഇപ്പൊ അതെന്ത് സാധനം പൊട്ടിയിട്ട് ഇങ്ങനെ തന്നെ നേരത്തെ ചെയ്തേ. ഇപ്പൊ പ്രശ്നം ഇനിയിപ്പോ എടുക്കാൻ അറിയാമല്ലോ. നേരത്തെ 3 ഹോൾസ് വീണിട്ടുണ്ടായിരുന്നു. വെള്ളം ഉണ്ടോ അവിടെ? വരുമോ? ഇതിപ്പോ വെള്ളം വരുന്നില്ലല്ലോ. ഒരു ഇച്ചിരി വെള്ളത്തിന് വേണ്ടി ഇത്ര മാത്രം. എന്താടി വരാത്ത?
ഇങ്ങനെ എല്ലാവർക്കും ഇടുന്നെങ്കിൽ വെള്ളം വരുന്നുണ്ട്. കാറ്റാ വരുന്നുണ്ട്. ആ സാധനം പൊട്ടുള്ള പിന്നെ ചാടി വന്നാ നോക്ക് താഴത്ത് ഗ്ലാസ് മാറി. അതിട്ടത് ഇങ്ങനെയും ചായ യൂട്യൂബ് ഉണ്ടാക്കി ഒന്നും എടുത്തത് നമുക്കങ്ങ് പൊട്ടിച്ചിട്ടാ. നമുക്കങ്ങ് പൊട്ടിച്ചിട്ടാ. എന്തൊക്കെയോ കാണിച്ചോട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കോഫി ഉണ്ടാക്കും. ഇതൊന്നും യൂട്യൂബിൽ ഇടല്ലേ. നിന്റെ ഉള്ള വെള്ളം കൂടി കളയും. ഇല്ലല്ലോ. ഇതൊക്കെ തരിച്ചായ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കേട്ടിട്ടുണ്ടോ? അതിലുണ്ടാക്കിയോണ്ട് കറക്റ്റ് വയനാട് സ്പെഷ്യൽ ആയിരിക്കും. ചായ കാപ്പി ഇല്ല ഉണ്ടാക്കി തുടങ്ങിയത്. ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇതെന്താ ഇത്രയും കളറ്? അങ്ങനെ നമ്മൾ കുടിച്ച ചായന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടും നമ്മൾ ഇന്ന് ഫുഡൊന്നും പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് കഴിച്ചതാണ്. അപ്പം നല്ലതായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇവിടുത്തെ ഒരു മെക്ഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെ ഒരു മെക്ഡി ഉണ്ടായിരുന്നു. സോ അതാണല്ലോ നമ്മുടെ പുറത്ത് എവിടെ ട്രാവൽ ചെയ്താലുള്ള കംഫർട്ട് ഫുഡ്. അങ്ങനെ നമ്മൾ മെക്ഡി ഒക്കെ കഴിച്ചതാ. ആംസ്റ്റർഡാം സെൻട്രലിലോട്ട് പോവാണ്. നമ്മൾ ആ ട്രെയിൻ എടുത്തു. ആംസ്റ്റർഡാമിൽ പോകാൻ വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആണോ നിങ്ങള്? ഏത് സ്ഥലത്ത് പോകാനാണ് എക്സൈറ്റ്മെന്റ്? ഗാർഡൻ കാണാൻ. പിന്നെ ആക്ച്വലി അവിടെ ജോർദാൻ ഗാർഡൻ ഉണ്ട്. അവിടെ സൈക്കിളൊക്കെ ബൈസൈക്കിളൊക്കെ വെച്ച് അവിടെ പോകാനാണ് എക്സൈറ്റ്മെന്റ്. എന്നിട്ട് എന്താണ് എക്സൈറ്റ്മെന്റ്? ക്ലൈമറ്റ് കണ്ടിട്ട് മെയിൻലി പോകുന്ന ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു വരവ് കൂടി വരേണ്ടി വരും. അതെ, ഇങ്ങനെ പോവാണെങ്കിൽ. ട്രാവലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അഡ്ജസ്റ്റ് ചെയ്യാം. ഓ ടൂലിപ്പ്. അയ്യോ വീഡിയോയിൽ കാണില്ല, പക്ഷെ സൂം ചെയ്യണമായിരുന്നു. പക്ഷെ കണ്ട് യെല്ലോയും റെഡും ഓറഞ്ച് പോലെ. അപ്പൊ ഇവിടെയൊക്കെ തന്നെ നമ്മൾ മേ ബി ഇത് വേറെ എക്സ്റ്റീരിയർ ഗാർഡൻ ആയിരിക്കും കേട്ടോ. കൊള്ളാം. ഒരു ലാവൻഡർ ഇവിടെ ഇറങ്ങിട്ട് പോകാറുണ്ട്. അല്ല നമ്മളിപ്പോ വരുന്ന വഴിക്കൊക്കെ എത്ര സ്ഥലം കണ്ട്. ഇവിടെ ഇറങ്ങാം ഇവിടെ ഇറങ്ങാം. ഇതൊക്കെ കനാല് കേട്ടോ. ഹൗസ് ബോട്ടൊക്കെ പോലെ കാണുന്നില്ല മഴവെള്ളം കാരണം. പക്ഷെ ഓ ആ വീടിന്റെ സ്ട്രക്ചർ പക്ഷെ ഇതിനകത്ത് ക്ലിയർ ആവുന്നില്ല. അടിപൊളി സ്ട്രക്ചറൽ വീടാണ്. ഇതൊക്കെ ട്യൂലിപ്പാണെന്ന് ഓർക്കണം. നോർമൽ പൂവല്ല, ട്യൂലിപ്പ്. ഇത് വേറെന്ത് പൂവ്? അത് വേറെ നമ്മൾ ഓവർ എക്സൈറ്റഡ് ആയി ട്രെയിൻ ഫുള്ള് അലമ്പാക്കുക. ഇത് ട്യൂലിപ്പാണോന്ന് ഡൗട്ടുണ്ട്. വേറെന്തോ ചെടിയാട്ടോ. പക്ഷെ നമ്മൾ ആദ്യമൊക്കെ കണ്ട ട്യൂലിപ്പാന്ന് തോന്നുന്നു. ഇതെന്താ? ഇത് നമ്മൾ പല മണ്ണ് തന്നെ കേട്ടോ. ഈ കളറ് അല്ല അതൊക്കെ പൂക്കളായിരുന്നു. ഈ വീട് കണ്ടോ? വീട് ഇങ്ങനെ കാണിക്കുന്നേ അത്ര ക്ലിയറില്ല. നന്നായിട്ടുണ്ട്. അതാ എനിക്ക് എടുക്കണം. നല്ലതാ. കറക്റ്റാ മറ്റേ കുമാരി എന്നുള്ള പാട്ടിനകത്തുള്ള പോലെ തന്നെ സ്ട്രെയിറ്റ്. കിട്ടിയില്ല. ഹലോ ഗായ്സ്, ഞങ്ങൾ ആംസ്റ്റർഡാമിലാണ് ഗായ്സ്. So
പറഞ്ഞെത്തി ആംസ്റ്റർഡാം സെൻട്രൽ. ബിൽഡിംഗ് ഉള്ളത് കനാൽ ക്രൂസ്. ഇങ്ങനത്തെ ബോട്ട് ഉണ്ട് കേട്ടോ, ചെറിയ ബോട്ടും. അതാണ് മറ്റേ ബിൽഡിംഗ് കുറെ കളറിലുള്ളത്. അതെ അതെ അതെ, അതിൽ കൂടെ ക്രൂസ് പോകുന്നത്. ഈ സാധനം നമുക്ക് നടന്നു കാണാന്ന് പറഞ്ഞാൽ ഇത് തന്നെയാ, ഇങ്ങനെ അങ്ങ് നടക്കാം. ലൈറ്റ് കൂടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. തണുക്കുന്നത്. ഓ, ബോട്ടിൽ കയറാനാണോ എസ്കലേറ്റർ താഴത്തോട്ട് മുകളിലോട്ടുള്ള? വെള്ളത്തിന്റെ കളർ പൂക്കളല്ല ബോട്ട്. നമുക്കിങ്ങനെ നടക്കാം. ട്രാം പോകുന്നു. മഴയാണ്. മഴയില്ലാതെ കിട്ടില്ല മെബ്രായന്. ഈ ബോട്ട് നോക്കി പ്ലാസ്റ്റിക് പൂവാണോ ഒറിജിനലാണ്? ഓ, അവിടെയുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. ഈ ആംസ്റ്റർഡാം സെൻട്രൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറേ വ്ളോഗ്സിലും ഭയങ്കര സെലിബ്രിറ്റി വ്ളോഗ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ആ വ്ളോഗ് കണ്ട് ഫുൾ എക്സൈറ്റ്മെൻറ്റിൽ വന്നൊരു ട്രിപ്പ് കൂടെയാണ്. എന്താണെന്നറിയില്ല, നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് കൂടിപ്പോയതുകൊണ്ടാണെന്നറിയില്ല. ഈ ഒരു ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ക്ലൈമറ്റ് ഭയങ്കര ഒരു ബാഡ് വെതറായിരുന്നു. സോ ബാഡ് വെതർ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും ബാഡ് വെതറായിരുന്നു. നമ്മളൊരു സണ്ണി ഡേ ഭയങ്കര അങ്ങനെ ഉദ്ദേശിച്ചത്, പക്ഷേ കംപ്ലീറ്റ്ലി റെയിനും പിന്നെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ സമ്മർ അടുപ്പിച്ചായതുകൊണ്ട് തന്നെ ഒരു ലോങ് ഡേ ലൈറ്റ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേ ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ഒരു ഗ്ലൂമി ലൈറ്റാണ്. അതുകൊണ്ട് നമുക്ക് ആ റിയൽ ബ്യൂട്ടി മനസ്സിലാക്കാനൊന്നും പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഒരു സങ്കടം വന്നിരുന്നു. നല്ലപോലെ ഫോട്ടോ കിട്ടി. നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. തണുപ്പേ ഇല്ല. പിടിച്ചൊരു കാറ്റായിരുന്നു. നോക്കിക്കേ, നേഹവാൻ്റെ ഒരു വേറൊരു പതിപ്പ്, ആംസ്റ്റർഡാം വേർഷൻ. കളേഴ്സ് അത്രയില്ല, പക്ഷേ ഓൾമോസ്റ്റ് അതുപോലെയൊക്കെ ഒരു കാറ്റാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് ഡാം സ്ക്വയർ. ആംസ്റ്റർഡാമിൻ്റെ സെൻട്രലിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ടാണ് കനാൽ ക്രൂസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനൊരു ഡാം സ്ക്വയർ എന്നാണ് പറയുന്നത്. ഇവിടെ കുറേ കളർഫുൾ ബിൽഡിങ്സ് ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നൈറ്റായി തുടങ്ങിയപ്പോഴേക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി തുടങ്ങി. ഫുൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെയുള്ള നല്ല അടിപൊളി നൈറ്റ് ലൈഫും സ്ട്രീറ്റും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ നൈറ്റ് ലൈഫ് എല്ലാവർക്കും അറിയുന്ന പോലെ കുറച്ചൊരു നെക്സ്റ്റ് ലെവലാണ്. അപ്പം നമ്മൾ ആ ഒരു നെക്സ്റ്റ് ലെവൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടും എക്സ്പ്ലോർ ചെയ്യാനുമായിട്ടാണ് ഇപ്പം നടക്കുന്നത്. പക്ഷെ ഇത്രയും ദൂരം ഉള്ളു കേട്ടോ. എവിടെ ഓ, അത് 1000 അല്ല. എങ്ങനെ അറിയാം? നല്ല ഭംഗിയുണ്ട് കേട്ടോ. UAE നടക്കുന്നോണ്ടൊക്കെ. ഇതൊരു സ്ഥലമല്ലേ സൈക്കിൾ വെച്ചേക്കുന്ന സ്ഥലം കണ്ട? ഇത് തള്ളി ഇങ്ങോട്ട് ചാടി വരുന്ന പോലെ ഉണ്ട്. ലെവലല്ല, ഒത്തിരി പഴയതായിരിക്കും. പക്ഷെ എന്നാ ഒരു ബിൽഡിംഗ് മാത്രം ഒരു ഇതൊക്കെ പകലന്ന് ഒരു വെച്ചായിരുന്നു. ഓ, അവിടെ ഒരു അതുപോലത്തെ സ്ഥലം. അതാണടി ആ സൈക്കിൾ. എല്ലായിടത്തും ഉണ്ട് സൈക്കിൾ. ഇത് മറ്റേ സൈക്കിളാ, പൂവില്ല. അത് കനാൽ ക്രൂസിന്റെ പിങ്ക് പൂ കാണുന്നുണ്ടോ നീ അവിടെ? കാണുന്നില്ലേ? അതാടി
ഇവിടുത്തെ പാലമൊക്കെ സൈക്കിൾ വെക്കാൻ വേണ്ടി മാത്രമാണ് പോലെ. ഗാന്ധിജിന്റെ ലുക്ക് ഉണ്ടോ? അയ്യോ അല്ല, ഒരു പൂക്കിയ ഗാന്ധിജിന്റെ മുഖ കണ്ണാടിയൊക്കെ ഉണ്ട്. പക്ഷെ ഈ ബിൽഡിംഗ് ഇപ്പൊ കോമൺ എല്ലായിടത്തും ഇത് തന്നെയാണ് അല്ലേ? സെയിം ബിൽഡിംഗ്. ഇതാണ് ഇതിനകത്ത് പൂവുള്ള സൈക്കിൾ എവിടെയാണെന്നറിയില്ല, പക്ഷെ എല്ലാ സ്ഥലങ്ങളും ഇതിലും ഇതുപോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ ദിവസത്തിൻ്റെ ഒരു ഡിഫറെൻറ്റ് പാർട്ടിലെത്തിയിരിക്കുവാണ്. ദ ഫേമസ് ഡി വാലൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇത്, അല്ലെങ്കിൽ റെഡ് ലൈറ്റ് ഏരിയ, ഇങ്ങനെയാണ് ഈ സ്ഥലത്തിനെ അറിയപ്പെടുന്നത്. സോ ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അത്യാവശ്യം അലൗഡ് ആയിട്ടുള്ള സ്ഥലത്ത് ആംസ്റ്റർഡാമിൽ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പാർട്ട് ഓഫ് ദ സിറ്റിയാണ്. ആൻഡ് ഓൾസോ ഇത് ഭയങ്കര ഒരുപാട് ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സും കനാൽസും ഒക്കെ ഉള്ളൊരു ഏരിയ ആണ്. ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും എക്സൈറ്റിംഗ്, അല്ലെങ്കിൽ ഒരു ഭയങ്കര എന്താ പറയുക, എല്ലാവരും ക്യൂരിയസ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ ഇത് ലീഗൽ വിൻഡോസ് ഇവിടെ ഒരുപാടുണ്ട്. സോ ഇത് നെതർലാൻഡുകാർ തന്നെയാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടും അതൊക്കെ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ജസ്റ്റ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നത്. നമ്മളവിടെ പോകുമ്പോൾ തന്നെ ഒരുപാട് ഇന്ത്യൻസിനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് കൺട്രീസിൽ ആൾക്കാരുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം ഇവിടെ മാത്രം ലീഗലായിട്ടുള്ളതായത് കൊണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ഫിലിംസിലൊക്കെ കാണുന്ന പോലത്തെ ചില ലൈഫും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് ആലോചിക്കേണ്ടതും തിങ്ക് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മളതൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായി ജസ്റ്റ് ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട്, എൻഡിൽ നമ്മൾ വളരെയധികം ഹാപ്പിയായി. രാവിലത്തെ മൂഡ് ഓഫ് ഒക്കെ മാറി നമ്മൾ നെക്സ്റ്റ് ഡേ എക്സ്പെക്റ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ഡേ എൻഡ് ചെയ്യുവാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വെയിറ്റ് ഫോർ അവർ ന്യൂ നെതർലാൻഡ്സ് വ്ലോഗ്സ്, ആംസ്റ്റർഡാം എക്സ്പ്ലോർഡ് വൺസ് നമുക്ക് കാണാം. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.